നമസ്കാരം. കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നത് പ്രധാനമായും 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു. അച്ഛേദിൻ, കോൺഗ്രസ് മുക്ത് ഭാരത്, അഴിമതിയും കള്ളപ്പണവും ഇല്ലാതാക്കൽ എന്നിവയായിരുന്നു അവ. ഭരണത്തിന്റെ ആദ്യ 2 വർഷങ്ങളിൽ മോദിയും അമിത്ഷായുമെല്ലാം രാജ്യം മുഴുവൻ പ്രസംഗിച്ചു നടന്നു. പിന്നീട് കറൻസി നിരോധനത്തിന് പിന്നാലെ കള്ളപ്പണവേട്ട തുടങ്ങി എന്ന് പ്രചരിപ്പിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും യു.പിയിലും ഉത്തരാഖണ്ഡിലുമെല്ലാം ജയിച്ചപ്പോഴും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി. പക്ഷേ ഇതൊന്നും നടന്നില്ലേ എന്നാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും മോദി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ചോദിക്കുന്നത്. ഇതോടെ ഈ മുദ്രാവാക്യങ്ങൾ ഉപേക്ഷിച്ച ബി.ജെ.പി. അജയ് ഭാരത് അടൽ ബി.ജെ.പി. എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അച്ഛേദൻ മുദ്രാവാക്യവുമായി മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഓരോ ഘട്ടത്തിലും ഉന്നയിച്ചു വന്ന മുദ്രാവാക്യങ്ങൾ പിന്നീട് പതിയെ വിമർശനങ്ങൾ ഏറ്റ് ഇല്ലാതാവുകയായിരുന്നു. എൻ.ഡി.എ പാളയത്തിൽ നിന്ന് ശിവസേന ഉൾപ്പെടെ കളിയാക്കി. കള്ളപ്പണം പിടിച്ച് ജനങ്ങളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം നൽകുമെന്നതായിരുന്നു അടുത്ത വാഗ്ദാനം. എന്നാൽ ഒന്നും നടന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയതോടെ ഇതും ഇക്കുറി ഉപേക്ഷിച്ചു. കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചു തുടങ്ങിയതോടെ കോൺഗ്രസ് മുക്ത ഭാരതവും പൊളിഞ്ഞുവെന്ന തരത്തിൽ പ്രചാരണവും വന്നു. അതിനാൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഈ മുദ്രാവാക്യങ്ങൾ വേണ്ടത് വച്ചിരിക്കുകയാണ് ബി.ജെ.പി. വരുന്ന തെരഞ്ഞെടുപ്പിൽ അജയ്യ ഭാരതം അടൽ ബി.ജെ.പി. എന്നതാണ് മുദ്രാവാക്യം. ആർക്കും തോൽപ്പിക്കാനാകാത്ത ഇന്ത്യ, അടിയുറച്ച ഇന്ത്യ എന്നതാണ് ഇതിന്റെ അർത്ഥം. ഏതായാലും ഏറ്റവുമേറെ ട്രോളുകൾ നേരിട്ട അച്ഛേദിൻ മുദ്രാവാക്യം കളിയാക്കൽ രൂപത്തിൽ ഇപ്പോഴേ പ്രതിപക്ഷ കക്ഷികളും വിമർശകരും സോഷ്യൽ മീഡിയയിൽ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2017 ജൂലൈയിൽ അച്ഛേദിൻ മുദ്രാവാക്യത്തെ വിമർശിച്ച് കോൺഗ്രസ് എം.പി. ശശി തരൂർ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു. അച്ഛേദിൻ എന്ന വാക്ക് പിരിച്ചെഴുതിയായിരുന്നു വിമർശനം. ട്രോൾ ചെയ്യുന്ന ശശി തരൂർ എം.പിയുടെ പോസ്റ്റ് വൈറലാവുകയും ചെയ്തിരുന്നു. ഇംഗ്ലീഷിൽ അച്ഛേദിൻ എന്ന് എഴുതിയാൽ 2 ഇംഗ്ലീഷ് വാക്കുകൾ അതിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിയും. വേദന എന്ന അർത്ഥം വരുന്ന ഏക് എന്ന വാക്കും അസുഖകരമായ ശബ്ദം എന്ന അർത്ഥം വരുന്ന ദിൻ എന്ന വാക്കുമാണ് അവ. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ ഓൺലൈൻ ഡിക്ഷണറിയിൽ നിന്ന് ലഭിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് തരൂർ പോസ്റ്റ് ചെയ്തത്. അച്ഛേദിൻ ഇവിടെയുണ്ട് എന്ന ആമുഖവുമായാണ് തരൂർ ട്രോൾ ഇറങ്ങിയത്. മോദി സർക്കാർ അവകാശപ്പെട്ട അച്ഛേദിൻ പരസ്യങ്ങളിൽ മാത്രമാണെന്ന് 2017 തന്നെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിമർശിച്ചത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. മോദി അധികാരം അദ്ദേഹത്തിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണെന്നും ശിവസേന മുഖപത്രമായ സാപ്നയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് ഉദ്ധവ് കുറ്റപ്പെടുത്തിയത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജിലൂടെ അധികാര വികേന്ദ്രീകരണത്തിലാണ് ശ്രമിച്ചത്. എന്നാൽ ഇപ്പോഴെല്ലാം പ്രധാനമന്ത്രിയുടെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് 15 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടമായി. ഏതാണ്ട് 60 ലക്ഷം ആളുകളെ നോട്ട് അസാധുവാക്കൽ ബാധിച്ചു. ഇവയെ നേരിടാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ഇതാണോ ശരിയായ ജനാധിപത്യമെന്നും താക്കറെ വിമർശിച്ചിരുന്നു. നോട്ട് അസാധുവാക്കലും GSTയും ജനങ്ങളെ ദോഷകരമായി ബാധിച്ചുവെന്നും നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് 15 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായെന്നും കുറ്റപ്പെടുത്തിയ താക്കറെ എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അമിത്ഷായുടെ ഒത്തുതീർപ്പിന് വഴങ്ങി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വീണ്ടും ബി.ജെ.പി. സഖ്യം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയുടെ അച്ഛേദിൻ കഴിഞ്ഞുവെന്ന മമതയുടെ പ്രസ്താവനയാണ് ഈ വിഷയത്തിൽ ചർച്ചയാകുന്നത്. കൊൽക്കത്തയിലെ റാലിയിലായിരുന്നു പ്രഖ്യാപനം. സമാന പ്രതികരണങ്ങൾ നിരവധി പ്രതിപക്ഷ നേതാക്കളും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പുതിയ മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയപ്പോഴും ട്രോളന്മാർ വിടുന്ന മട്ടില്ല. പഴയ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികളെ നേരിടുകയാണ് എതിർ വിഭാഗങ്ങൾ. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.